ഹായ്, ഹലോ. അപ്പം ഞാൻ രാവിലെ നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പവും കടലക്കറിയാണ്. അപ്പോൾ നിങ്ങൾ പലരും കടലക്കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ കുക്കറിലിട്ടിട്ട് പൊടികളെല്ലാം ചേർത്ത് ഒരൊറ്റടി കടുക് താളിച്ചങ്ങോട്ട് ഒഴിക്കും. ഞാൻ കടലക്കറി വെക്കുന്നത് അങ്ങനെയല്ല. ഞാൻ വെക്കുന്ന രീതിയിൽ വെച്ചാൽ കടല നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും. ഞാൻ വെക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ മഞ്ഞളും പെരുംജീരകവും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓരോ 3-4 ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവോള ഒക്കെ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ് കുക്കറിലാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും പെരുംജീരകം ഇട്ടിട്ട് ഉപ്പിട്ട് വേവിക്കുക. അതിനുശേഷം നല്ല പാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചരുവം വെച്ചിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് സവോള നല്ല വഴറ്റിയെടുത്തിട്ട് ഒരു തുള്ളിയും കൂടെ ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ആ സവോളയിലിടുക. തക്കാളി എടുത്തിട്ട് 2ആയിട്ട് മുറിച്ച് അതിൻ്റെ പഴുപ്പ് കളയണം. പഴുപ്പ് മൂത്രത്തിക്കല്ല് വരുന്നതാണ്. ആ പഴുപ്പെടുത്ത് കളഞ്ഞതിന് ശേഷം തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ സവോളയ്ക്കകത്ത് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ചിട്ട് മല്ലിപ്പൊടി സ്വല്പം കൂട്ടിയിട്ട് കുറച്ച് പെരുംജീരകപ്പൊടി ഇടുക. മസാലപ്പൊടി ഞാൻ ഇടാറില്ല, ഓപ്ഷണലാണ്. മസാല എല്ലാം കൂടി ഇടുമ്പോൾ അത് ഇറച്ചിക്കറി മോഡലാവും. അപ്പം ഞാൻ മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, കുറച്ചധികം മല്ലിപ്പൊടി, മഞ്ഞൾ, പെരുംജീരകം ഇട്ടിട്ട് പൊടി നല്ല മൂപ്പിക്കും. കരിയിക്കാതെ മൂപ്പിച്ചിട്ട് ഈ കടലക്കറിയിലോട്ട് ഇത് നമ്മൾ ഒഴിക്കും. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ധാരാളം കടല കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച കടലക്കറിയാണ് ഇത്. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ കടല ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ഹെൽത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കാൽസ്യം ഗുളികയ്ക്ക് സമമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കടല ഒക്കെ മുളപ്പിച്ച് പച്ചക്ക് ആണുങ്ങൾക്ക് കഴിക്കുന്നത് നല്ലതാണ്. കുതിരപ്പവർ ഉണ്ടാവുമെന്ന് പറയും. പക്ഷേ ആരെയും കാണിക്കാതെ കഴിക്കാം. ലേഡീസ് ആണെങ്കിൽ ഇത് മുളപ്പിച്ച്, അതുപോലെ പയർ ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് എടുത്തിട്ട് മുളപ്പിച്ച് ഹെൽത്തിയാണ്. അതിൻ്റെ അകത്ത് സാലഡ് പോലെ ആക്കിയിട്ട് വിനാഗിരി ഒഴിക്കേണ്ട, നാരങ്ങ കുറച്ച് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു നുള്ളും ഇട്ടിട്ട് നല്ലതാണ്. വിനാഗിരി നമ്മുടെ കുടലിന് ഊട്ട വീഴും. അതുപോലെ അപ്പത്തിൻ്റെ മാവിനൊന്നും ഞാൻ ഇതിടത്തില്ല, സോഡാപ്പൊടിയൊന്നും ഇടത്തില്ല. കാര്യം സോഡാപ്പൊടിയൊക്കെ സ്ഥിരം ഇട്ട് വരുമ്പോൾ നമ്മുടെ കുടലിന് ഊട്ട വീഴും. അപ്പോൾ ഞാൻ ഇതിനകത്ത് പിഞ്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉപ്പ് ചേർക്കാതെ എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു തുള്ളി ഞാൻ ആഹാരത്തിലൊക്കെ മിതമായ രീതിയിൽ ഉപ്പും മധുരവും ഒക്കെ ചേർക്കാറുള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നത്, ഇപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. മാഷാ അല്ലാ. പിന്നെ പാല് കാച്ചിയത്, മധുരമില്ലാത്ത. പിന്നെ എന്താ, ചിലർ വിചാരിക്കും മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജിന് മറുപടിയില്ല. അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർക്കണം പ്രേക്ഷകരെ, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഏകദേശം അപൂർവം പേര് മാത്രമായിരിക്കും. അപ്പം എന്താ പറയുക, എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ദൈവം നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മതി.
ദൈവത്തിനെ കൂട്ടാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനുഷ്യർ ചതിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വരുന്നത്, കഴിച്ചിട്ട വീഡിയോ ചെയ്യാൻ ഞാനില്ല. ഇനിയിപ്പോൾ കോടികൾ തന്നാലും കഴിച്ചിട്ട വീഡിയോക്ക് ഞാനില്ല. കഴിവതും തലേ തുണി ഇട്ടുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. പിന്നെന്താ പറയുക, എനിക്കെല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാവരോടും സ്നേഹമാണ്. അങ്ങനെ എനിക്ക് ജാതി മതമൊന്നുമില്ല. കാര്യം ഞാൻ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എത്ര നല്ലത് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് ജീവിതത്തിൽ വേദനയാണ്. അപ്പം നമ്മുടെ മിക്കവർക്കും യൂട്യൂബ് ചാനലുണ്ടല്ലേ, അപ്പം നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഷെയർ ചെയ്യും നമ്മുടെ ചാനൽ. ഒരിക്കലും ചെയ്യരുത്. കാര്യം നമ്മുടെ വാട്സാപ്പിൽ നിന്ന് ഷെയർ ചെയ്ത് പോകുന്ന നമ്മുടെ ബന്ധുമിത്രാദികളാണെങ്കിൽ ആ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നില്ല. അപ്പം നമുക്കവിടെ മൈനസാണ് വീഴുന്നത്. എല്ലാവരും ആഗ്രഹിക്കില്ല നമ്മൾ നന്നാവണമെന്ന്. തുച്ഛമായ ആളുകൾ മാത്രമേ അംഗീകരിക്കൂ. നമ്മൾ രക്ഷപ്പെടണമെന്നുള്ളവർ മാത്രമേ നമ്മളെ ജീവിതത്തിൽ അംഗീകരിക്കത്തുള്ളൂ. എല്ലാവരും അംഗീകരിക്കില്ല. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും. കാര്യം നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമ്മൾ അയച്ചു കൊടുക്കുമ്പം പിന്നെ ആ വീഡിയോ അവർ ഫുള്ളായിട്ട് കാണണമെന്നില്ല. ചിലപ്പോൾ സ്കിപ്പ് ചെയ്താൽ നമുക്ക് മൈനസ് വീഴും. എല്ലാവരും പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവും, അത്രേ കാണത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ അടുത്ത കൂട്ടുകാരികളോ ആയിരിക്കും ജസ്റ്റ് ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്. അത് നമ്മളോട് സ്നേഹമുള്ളവർ ആ ചാനൽ കിട്ടാൻ എത്ര പാടാണെങ്കിലും നമ്മളെ തേടി വരും. അതാണ്, മനസ്സിലായോ? അതുകൊണ്ട് വാട്സാപ്പിൽ നിന്നാണെങ്കിലും ലിങ്കുകൾ അയക്കാതിരിക്കുക. ഞാൻ ഇതിനു മുമ്പ് വലിയൊരു വ്ളോഗറിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. അതുകൊണ്ട് അവരാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ സ്വയം ചെയ്യുന്ന വീഡിയോസ് തന്നെ അപ്ലോഡ് ആക്കുക. എനിക്ക് അയച്ചിട്ട വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. തുണി പൊക്കിയ വീഡിയോയ്ക്കാണ് ഇന്ന് ലൈക്കും സപ്പോർട്ടും സബ്ബും ഒക്കെ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായാൽ എന്നെ ഫോളോ ചെയ്യാം. എൻ്റെ വീഡിയോസിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, മുൻജന്മ അറിവുകൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചിലപ്പോൾ ഹസ്ബൻഡ് കാണാതെ, മക്കൾ കാണാതെ ഈ ജോലിയുടെ ഇടയിൽ വന്നാണ് വ്ലോഗ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. കഴിഞ്ഞ വ്ലോഗിലെല്ലാം ഞാൻ മുഖത്ത് തേക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പം അതിട്ട് ചെയ്യാനുള്ളൊരു അവസ്ഥ ഇവിടെ കുറച്ച് കുറവാണ്. എന്തായാലും വീഡിയോസിൽ വരും, ഞാനത് ചെയ്യും കേട്ടോ. നാച്ചുറലായിട്ട് മുഖം വെളുപ്പിക്കുന്നതും ഒരുപാട് നല്ല കാര്യങ്ങളും എല്ലാം. God bless you. Thank you.